ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇവിടെ 10-20 MP കേരളത്തിൽ ജയിച്ചല്ലോ അല്ലേ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ MP സുരേഷ് ഗോപിയാണ്. ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അയാൾ ഓരോ സെക്കൻഡിലും പറഞ്ഞ ദൈവത്തെക്കുറിച്ചും സഹസ്രമണ്ഡലത്തെക്കുറിച്ചും അങ്ങനെയാണ് സംസാരിച്ചത്. എന്താണ് ദൈവം? ഒരു പരാശക്തിയെ കുറിച്ച് അയാൾ പറഞ്ഞില്ലേ? നിങ്ങൾ ഏത് MP ആണ് പരാശക്തിയെ പറ്റി സംസാരിച്ചത്? ആ ദൈവവും നിങ്ങൾ ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വേറെ വിഷയമാണ്. അതോടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ ആ മനുഷ്യരെ കണ്ടിട്ടില്ല. ഞാൻ ആ മനുഷ്യര് ഒരാളല്ല. നിങ്ങളിനിപ്പോ പറയും കാസിമി BJP. അയാളെ പോലെ പറയാവുന്ന മറ്റൊരു MP ആരാ? ഇതിൻ്റെ അർത്ഥം കേരളം മുഴുവൻ BJP ഭരിക്കണം എന്നല്ല. എന്നാലും അയാൾ അടുത്ത ദൈവനിഷേധിയായ BJP MP വരൂല എന്നും അല്ല. പക്ഷെ വന്ന MP-യെ ബഹുമാനിക്കണമല്ലോ. അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്? ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്താൽ അയാളെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അയാൾ മതവിശ്വാസിയല്ലേ, ദൈവവിശ്വാസിയല്ലേ? അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിയോ, അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ? അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും അതിനൊരു പരിധി ഉണ്ടാവും. നമുക്ക് അവിടെ സംസാരിക്കാലോ. എന്തുകൊണ്ട്? അയാൾ ദൈവവിശ്വാസിയല്ലേ? നിങ്ങൾ ബാക്കി MP-മാരിൽ ഒരു MP ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നാലിനൊരു കാര്യം ചെയ്തു, ഞാനൊരു ഖത്തമോദി തീർത്തിട്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞ ആളാരാ? കുറെ തൊപ്പിട്ട് കിടക്കണ ഔലിയാക്കന്മാരുണ്ടല്ലോ. MP ആയതിനു ശേഷം ഒന്നുകൂടി അഹങ്കാരിയായി മുസ്ലിം MP-മാർ. എന്തുകൊണ്ട്? അവർ കണ്ടു കഴിച്ച് മുഴുവൻ ശിർക്കും ബിദഅത്ത്. കാരണം നിങ്ങൾ ദുർബലമായിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കി. നിങ്ങൾ നേരെ ചിന്തിക്കുക. ഇത് പടച്ചോന്റെ കൃപയാണ്, ഞാൻ പടച്ചോന് വേണ്ടി ഞാൻ 10 ഖത്തമോദി തീർത്തിട്ടാണ് ഞാൻ MP ആയത് എന്ന് പറഞ്ഞ ഒരു MP ആരാ? മുസ്ലിം MP. ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ MP ആണല്ലോ സുരേഷ് ഗോപി. അല്ലെങ്കിൽ അതുപോലെ പലതും ആൾ പറഞ്ഞു. ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി, ഞാൻ മന്ത്രം ചൊല്ലി, അത് ചൊല്ലി, ഇത് ചൊല്ലി. എന്തായാണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസമല്ലേ? അതിനെ ബഹുമാനിക്കണേ. ഇന്ന് കേരളത്തിലെ MP-മാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഒരേ ഒരു MP സുരേഷ് ഗോപി. നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ എന്താ വിഷയം? നിങ്ങൾക്ക് എന്ത് പറയാം?